ശ്രീജിത്ത് പണിക്കർ, ചില സാങ്കേതികമായ കാര്യങ്ങൾ കൊണ്ട് കടകംപള്ളി സുരേന്ദ്രന് രക്ഷപ്പെടാൻ സാധിക്കും ശബരിമല സന്നിധാനത്തെ സ്വർണ്ണക്കൊള്ളയിൽ എന്നാണല്ലോ. പക്ഷേ ദേവസ്വം മന്ത്രി അറിയാതെ ഈ കാര്യങ്ങളൊക്കെ, ഈ തട്ടിപ്പൊക്കെ സന്നിധാനത്ത് സംഭവിക്കുമോ? ഇത് മഞ്ജുഷ്, സാധാരണക്കാരായിട്ടുള്ള അയ്യപ്പ വിശ്വാസികളുടെ എല്ലാം അല്ലെങ്കിൽ കേരളീയരായിട്ടുള്ള മലയാളികളുടെ മുഴുവനും സംശയമാണിത്. കാരണം ഇതൊരു ലാർജ് സ്കെയിൽ തട്ടിപ്പാണെങ്കിൽ ആ തട്ടിപ്പ് ദേവസ്വത്തിലെ ഏതാനും ചില ഉദ്യോഗസ്ഥന്മാർക്കും സ്പോൺസർഷിപ്പ് നടത്തുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർമാർക്ക് ഒക്കെ തന്നെ പുൾ ഓഫ് ചെയ്യാൻ കഴിയുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രശ്നമാണോ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സമയത്ത് ശബരിമലയിൽ എന്നല്ല, അവരുടെ വകുപ്പിൽ എവിടെയാണെങ്കിലും ഒരു ഇലയണങ്ങിയാൽ പോലും എല്ലാവരും തന്നെ അറിയും എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു തത്വം എന്നിരിക്കെ എന്തുകൊണ്ടാണ് ദേവസ്വത്തിൻ്റെ ഭരണകർത്താക്കളായിട്ടുള്ള CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇതിനെക്കുറിച്ച് അറിയാതിരുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് നേരിട്ട് ഇങ്ങനെയുള്ള സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർമാരെയോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള ആൾക്കാരെയോ ഗോവർദ്ധനെയോ ഒന്നും തന്നെ അറിയേണ്ടതായിട്ടുള്ള ഒരാവശ്യവുമില്ല. കാരണം ഏതെങ്കിലും നിലയ്ക്ക് ശ്രീ കടകംപള്ളി സുരേന്ദ്രനോ മറ്റേതെങ്കിലും ദേവസ്വം മന്ത്രിയോ ശബരിമലയിലെ കാര്യങ്ങളിൽ ഇടപെടുകയാണെങ്കിൽ തന്നെ അവിടെയുള്ള ദേവസ്വത്തിൻ്റെ സ്റ്റാഫുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ മാത്രം മതിയാകും. പക്ഷേ അതിനും മുകളിലേക്ക് വന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ തുടങ്ങിയ ആൾക്കാരുമായിട്ട് ഇവരെല്ലാവരും തന്നെ സമയം ചെലവഴിച്ചതായിട്ടും പല പരിപാടികളിൽ പങ്കെടുത്തതായിട്ടും ഒക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ബന്ധം എന്തുകൊണ്ടാണ് ഇവർ തമ്മിൽ ഉണ്ടായത്, എന്താണ് ഇങ്ങനെയുള്ള ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനം, ഈ രീതിയിലത്തേക്കുള്ള ചോദ്യങ്ങളാണ് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കുള്ളത്. അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകുന്നതിന് ഇതുവരെ ശ്രീ കടകംപള്ളി സുരേന്ദ്രനോ മറ്റേതെങ്കിലും CPM-ന്റെ നേതാക്കൾക്കോ സാധിച്ചിട്ടില്ല. അല്ല, CPM-ന്റെ നേതാക്കളും കടകംപള്ളിയും ഒക്കെ പറയുന്നത് ഇക്കാര്യമൊന്നും ദേവസ്വം മന്ത്രി അറിയേണ്ട കാര്യമില്ല. കാരണം ഒരു പ്രത്യേക എൻറ്റിറ്റി ആണല്ലോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നത്, ദേവസ്വം ബോർഡുകൾ എന്നുള്ളത്. അതിൽ സർക്കാരിന് അതിൽ പങ്കാളിത്തമില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ചെയ്യുന്നത്. പ്ലെയിനായിട്ട് അങ്ങനെ അങ്ങ് പറയുകയാണ്. കാരണം ഒന്നിലും ഒപ്പിടുന്നില്ല, ഒരു കാര്യത്തിലും നിർദ്ദേശം നൽകുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, അങ്ങനെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് മാത്രമേ ഉള്ളൂവെങ്കിൽ ആ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് പോലും അവർക്കുണ്ടാകേണ്ടത് ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികളായിട്ടുള്ള ആൾക്കാർ, അത് ഉദ്യോഗസ്ഥരാകാം, ഭരണസമിതിയിലുള്ള ആൾക്കാരാകാം, അവരുമായിട്ടുള്ള ലിമിറ്റഡ് ഇന്ററാക്ഷൻസ് മാത്രം മതിയാകും. അതിനപ്പുറത്തേക്ക് ദേവസ്വത്തിന്റെ ഡയറക്റ്റ് സ്റ്റാഫ് അല്ലാതെ ഇരിക്കുന്ന തന്ത്രിമാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരോട് മാത്രമേ അവർക്ക് ഇന്ററാക്ട് ചെയ്യേണ്ടെന്ന് ആവശ്യമുള്ളൂ. പക്ഷേ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഗോവർദ്ധനെ പോലുള്ള ആൾക്കാർ ഒക്കെ തന്നെ ഇവരൊക്കെ ഇന്ററാക്ട് ചെയ്യുന്ന ലെവലിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഈ കാണുന്ന അല്ലെങ്കിൽ ഇവർ വിശദീകരിക്കുന്ന തരത്തിലുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ബന്ധത്തിനപ്പുറത്തേക്ക് ഇവരെല്ലാവരും തമ്മിൽ വലിയ യോജിപ്പ്, വലിയ താല്പര്യങ്ങളൊക്കെ തന്നെ കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് പൊതുസമൂഹത്തിൽ പ്രസക്തമാകുന്നത്. പക്ഷേ ഇപ്പോൾ കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള, അറസ്റ്റിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള മൊഴികൾ വരണമല്ലോ. ഇപ്പോൾ പത്മകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അന്നത്തെ പ്രസിഡന്റ് 2019 പത്മകുമാർ ദിവസങ്ങളായി ജയിലിലാണ്. അദ്ദേഹത്തിന് ജാമ്യം പോലും കിട്ടുന്നില്ല. പക്ഷേ പത്മകുമാറിനെതിരെ ഇതുവരെ CPM ഒരു നടപടിക്ക് തയ്യാറായിട്ടില്ല. ഇപ്പോഴും പാർട്ടിയിൽ തന്നെയാണ് പത്മകുമാർ ഉള്ളത്. അപ്പോൾ മറ്റൊരു ചോദ്യം കൂടി വരുന്നുണ്ട്, പത്മകുമാറിന്റെ വാ മൂടി കെട്ടുകയാണോ ഇതിന്റെ പിന്നിലെ ലക്ഷ്യമെന്ന്. കാരണം നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ പത്മകുമാർ ചില കാര്യങ്ങൾ പറയും, മൊഴികൾ വന്നാൽ അറസ്റ്റിലേക്ക് പോകേണ്ടിയും വരും, അല്ലേ? തീർച്ചയായിട്ടും. കാരണം പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇപ്പോഴും പാർട്ടിയുടെ സംരക്ഷണമുണ്ട്. അദ്ദേഹം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നോ അല്ലെങ്കിൽ പാർട്ടിയിൽ അദ്ദേഹത്തിനുള്ള ചുമതലയിൽ നിന്നോ അദ്ദേഹത്തിനുള്ള പദവികളിൽ നിന്നോ ഇപ്പോഴും അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്, ജയിലിൽ കിടക്കുന്ന പത്മകുമാറിന് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് CPM അദ്ദേഹത്തിനോടൊപ്പമുണ്ട് എന്നാണ്. അപ്പോൾ പാർട്ടി അദ്ദേഹത്തിനോടൊപ്പമുണ്ട് എങ്കിൽ പാർട്ടിയിലുള്ള മറ്റാർക്കെങ്കിലുമെതിരെ അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയരുത് എന്നുള്ള പരോക്ഷമായിട്ടുള്ള ഒരു നിർദ്ദേശമാണത്. കാരണം പാർട്ടിയുടെ താങ്ങുണ്ട്, പാർട്ടിയുടെ പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പുറത്ത് പറയാൻ പാടില്ല എന്നുള്ളതാണ്. മറിച്ച് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ് എങ്കിൽ പിന്നീട് തിരിച്ച് ആ ഒരു ലിമിറ്റഡ് ലൈബിലിറ്റി മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. തന്നെ ഉൾക്കൊള്ളാത്ത, തന്നെ സംരക്ഷിക്കാത്ത പാർട്ടിയുടെ നേതാക്കന്മാരെ സംരക്ഷിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വവും പത്മകുമാറിന് മാത്രമായിട്ട് വന്നു ചേരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്, പത്മകുമാർ, ഈ അന്വേഷണം വളരെ കൃത്യമായ ദിശയിലാണ് നടക്കുന്നത് എന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അടക്കം പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്രീ പത്മകുമാറിന്റെ അറസ്റ്റിനെ അദ്ദേഹം ദുരൂഹമായിട്ട് കാണുന്നില്ല, അത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അസ്വാഭാവികതയായിട്ട് കാണുന്നില്ല. അത് വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമാണെന്ന് തന്നെയാണ് അദ്ദേഹം കരുതുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പുറത്താക്കുന്നതിനോ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നടപടിയെടുക്കുന്നതിനോ CPM-ന് കഴിയുന്നില്ല എന്ന് വെച്ചാൽ പത്മകുമാറിനോട് പറയുകയാണ് പരോക്ഷമായിട്ട്, പാർട്ടി നിങ്ങളോടൊപ്പമുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് പാർട്ടിയിലുള്ള മറ്റാർക്കെങ്കിലും എതിരെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പറയരുത് എന്ന് തന്നെയാണ് ആ സന്ദേശം. ശരി, പൊതുസമൂഹം സംശയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ
ശരിയാണ്, കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ പറയുന്ന പോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇടപെടുന്നില്ല സംസ്ഥാന സർക്കാർ, ദേവസ്വം വകുപ്പ് എന്നൊക്കെ പറഞ്ഞ് കൈ കഴുകാം, അവിടെ ഒരു ഒപ്പിടുന്ന ഒരു സംഭവമേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കാം. അവിടെ സാങ്കേതികമായ അങ്ങനെയുണ്ട്. പക്ഷെ ഒരു മൊഴി വരികയാണെങ്കിൽ അങ്ങനെയല്ല. ഇപ്പോൾ അറസ്റ്റ് ചെയ്യാം, കാരണം കൂടുതൽ അന്വേഷണത്തിന് വേണ്ടി, ചിലപ്പോൾ ഒന്നിച്ച് ഇരുത്തി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഇതിനൊക്കെ അന്വേഷണ സംഘത്തിന് കഴിയും. അപ്പോൾ അങ്ങനെ മൊഴി വരാതിരിക്കുന്നതിന് വേണ്ടി പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകുന്നില്ല. അപ്പോൾ കടകംപള്ളിയെ സേഫ് ആക്കുക എന്നുള്ള കാര്യം അവിടെ വന്നു കഴിഞ്ഞുവല്ലോ. പൊതുസമൂഹം സംശയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഈ കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നതൊക്കെ ഒരു നാടകമായിട്ട് അങ്ങനെ നടക്കും, അത്രയേ ഉള്ളൂ. കേൾക്കുന്നില്ല ബൽദേവ്, കേൾക്കുന്നില്ല. ബൽദേവ് കേൾക്കുന്നില്ല, മ്യൂട്ടാണ്. കേൾക്കുന്നില്ല. താങ്കളിലേക്ക് വരാം. ശ്രീ വസന്തകംപള്ളി, അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, അടൂർ പ്രകാശും ആ ചോദ്യം ചെയ്യുന്നവരുടെ പട്ടികയിലേക്ക് വരികയാണ്. അല്ല, അടൂർ പ്രകാശിലേക്ക് വരട്ടെ. അടൂർ പ്രകാശിനെയോ ഇനി വേണ്ടി വന്നാൽ ചിലപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവർ അടൂർ ഗോപാലകൃഷ്ണനെ കൂടി ചോദ്യം ചെയ്യണം എന്നാവശ്യപ്പെട്ടാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. നോക്കൂ, കേരളത്തിന്റെ ദേവസ്വം ബോർഡിന്റെ മുമ്പാകെ ആദ്യമായി SIT രൂപീകരിക്കാൻ ദേവസ്വം ബോർഡിന്റെ ബെഞ്ച് തീരുമാനിക്കുമ്പോൾ, കേരളത്തിന്റെ ഹൈക്കോടതി തീരുമാനിക്കുമ്പോൾ സർക്കാരിന്റെ നിലപാട് എന്തായിരുന്നു? 2019 തൊട്ടുള്ള വിഷയങ്ങൾ അന്വേഷിച്ചാൽ പോരാ, 96 മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ നിലപാട്. അപ്പോ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ഇതിനെ വ്യതിചലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കണ്ട. 2019 ശേഷമാണ് അയ്യപ്പന്റെ സ്വർണം കാണാതായത്, ശാസ്താവിന്റെ ധനം കാണാതായത് 2019 മുതലാണ്. അവിടെ കൊള്ള നടന്നത് ആ കാലം തൊട്ടാണ്. അതുകൊണ്ട് ആ കൊള്ളയെപ്പറ്റി അന്വേഷിക്കാനാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ അത് 2019 തൊട്ടുള്ള അന്വേഷണം മതി എന്ന് കേരള ഹൈക്കോടതി തന്നെ പറഞ്ഞെടുത്താണ് ഇന്ന് SIT. നോക്കൂ, CPM-ന്റെ നിർദ്ദേശപ്രകാരം അല്ലാതെ എങ്ങനെയാണ് അടൂരിലേക്ക് അന്വേഷണം എത്തുന്നത്? നോക്കൂ, ഇപ്പൊ കടകംപള്ളിയെ രഹസ്യമായി ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ സോണിയാഗാന്ധിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയ ആ ബന്ധമൊക്കെ അന്വേഷിക്കുന്നതിന് വേണ്ടിയായിരിക്കും. കാരണം കോൺഗ്രസ് നേതാക്കളാണ് പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത്. ആ കാര്യത്തിലേക്ക് അന്വേഷണം പോകുന്നതിന് വേണ്ടിയായിരിക്കാം കേട്ടോ. അങ്ങനെയാണല്ലോ. അല്ല, നോക്കൂ ശ്രീ മഞ്ജുഷ്, കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു ചാനലിൽ ഇരിക്കുമ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി CPM നേതാക്കളുടെ മെയിൻ ക്യാപ്സ്യൂൾ എന്നോട് ഡോക്ടർ ഗോപൻ, CPM-ന്റെ പ്രതിനിധിയായിരുന്നു, അദ്ദേഹം തന്നെ പറഞ്ഞത്, നിങ്ങൾ ഈ പാട്ട് മാറ്റി പാടേണ്ടി വരും. പോറ്റിയെ കയറ്റിയത് ആരാണ്? ആ പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ് ആണെന്ന് നിങ്ങൾ പാടേണ്ടി വരുമെന്നാണ്. അപ്പൊ എന്റെ ചോദ്യം, ഈ പറയുന്ന SIT അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നുവെന്ന് CPM നേതാക്കൾക്ക് എങ്ങനെയാണ് മിനിഞ്ഞാതെ മനസ്സിലായത്? അപ്പൊ SIT-യിൽ നിന്ന് ഈ വിവരങ്ങൾ ചോരുന്നുണ്ട്. ഞങ്ങൾ എത്രയോ ദിവസങ്ങളായി ഈ കാര്യങ്ങൾ പറയുന്നു. SIT-യുടെ ഉദ്യോഗസ്ഥർക്ക് മേൽ സമ്മർദ്ദമുണ്ട്. കേരളത്തിന്റെ ഹൈക്കോടതി ഹാൻഡ് പിക്ക് ചെയ്തവരെ ഇവിടെ ആരോ ഹാൻഡ് കഫ് ചെയ്തിട്ടുണ്ട് എന്ന ഞങ്ങളുടെ വാദം കൃത്യമാവുകയല്ലേ? CPM നേതാക്കൾ മിനിഞ്ഞാന്ന് വന്ന് ചാനലിൽ ഇരുന്ന് പറയുന്നു, അടൂർ പ്രകാശിലേക്ക് അന്വേഷണം പോകുന്നു, അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു, നിങ്ങൾ ഓർത്തിരുന്നോളൂ, നിങ്ങൾ നോക്കിയിരുന്നോളൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ വെല്ലുവിളിക്കുകയാണ്. അതേ കാര്യം അതേ SIT-യുടെ ഭാഗത്ത് നിന്ന് അതിന്റെ പിറ്റേ ദിവസം ഉണ്ടാകുന്നു. കടകംപള്ളിയെ ചോദ്യം ചെയ്യുമ്പോൾ അത് രഹസ്യമായി വേണം എന്ന് വാശി പിടിക്കുന്ന SIT അടൂർ പ്രകാശിനെ പോലെ മറ്റൊരു രാഷ്ട്രീയ നേതാവിന്റെ കാര്യത്തിൽ വരുമ്പോൾ അതിൽ രഹസ്യമില്ല. അടൂർ പ്രകാശിന് നോട്ടീസ് കൊടുക്കുന്നതിന് മുമ്പ് അത് മാധ്യമങ്ങൾക്ക് വാർത്തയായി കിട്ടുന്നു. അതെങ്ങനെയാണ്? അപ്പോ ഈ അന്വേഷണത്തെ കോൺഗ്രസിലേക്ക് തിരിച്ചു വെച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ അന്വേഷണത്തിന്റെ മാനം മാറ്റാൻ വേണ്ടിയുള്ള, അതായത് അതിന്റെ രാഷ്ട്രീയ മാനം, പൊളിറ്റിക്കൽ ലൈൻ മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. ശരി, സംശയമില്ല, അങ്ങനെ ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. ശ്രീ അഡ്വക്കേറ്റ് ബൽദേവ് കേൾക്കുന്നുണ്ട് എങ്കിൽ താങ്കൾക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് കരുതുന്നു. ശരി, കേൾക്കുന്നുണ്ട്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു വന്നത് പത്മകുമാറിന്റെ കാര്യമായിരുന്നു. ശ്രീജിത്ത് അത് പറയുകയും ചെയ്തു. പത്മകുമാർ മിണ്ടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതൽ എടുക്കുന്നുണ്ട് CPM. അതിന് കാരണം ഒരു മൊഴി വന്നാൽ, അത് കടകംപള്ളിക്ക് എതിരായാൽ കടകംപള്ളി അറസ്റ്റിലാകും. അല്ല, അതിന് നിയമപരമായ ചില കാര്യങ്ങളുണ്ട്. ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് വിശേഷിച്ച് ഇത്രയും പ്രമാദമായ ഒരു കേസിൽ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു തെളിവ് വേണം. ഇവിടെ ഒരു അക്യൂസ്ഡിന്റെ കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ്, കസ്റ്റഡിയിലിരിക്കുന്ന പ്രതി നടത്തുന്ന ഒരു കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് വെച്ച് മറ്റ് പ്രതികളിലേക്ക് നീങ്ങിയാൽ അത് താൽക്കാലികമായിട്ട് ശരിയാണ് മഞ്ചേഷ് പറഞ്ഞ് അറസ്റ്റ് ചെയ്യാം.
പക്ഷെ കോടതി മുമ്പാകെ വരുമ്പോൾ ആ എവിഡൻസുകൾ അല്ല, കോടതി മുൻപാകെ തെളിയിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം അത് ബുദ്ധിമുട്ടാണ്. ഗൂഢാലോചനയാണല്ലോ അവിടെ വരുന്നത്, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അറസ്റ്റ് എന്ന് പറയുന്നത് ഒഴിവാക്കണമെങ്കിൽ, ഈ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് CPM ഉണ്ടാക്കുന്ന മാനക്കേട് ചില്ലറയല്ല, അക്കാര്യവും ഉണ്ടല്ലോ. ഇടതുപക്ഷത്തിനുണ്ടാക്കുന്ന മാനക്കേട് ചില്ലറയല്ല. അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ പത്മകുമാർ മിണ്ടരുത്, അങ്ങനെ ഒരു അതാണ് പറഞ്ഞത്. അല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പത്മകുമാർ ചെറിയ വ്യക്തിയൊന്നുമല്ല, മുൻ MLA യും CPM ജില്ലാ കമ്മിറ്റി മെമ്പറും ഒക്കെയാണ്. അപ്പോൾ അതിനകത്ത് CPM ഉണ്ടാകുന്ന ഡാമേജ് ഉണ്ടാവുകയും ചെയ്തു. നമ്മൾ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചതുമാണ്. അങ്ങനെ പ്രതിഫലിച്ചിട്ട് കൂടി അങ്ങനെ പ്രതിഫലിച്ചിട്ട് കൂടി എന്തുകൊണ്ട് പത്മകുമാറിനും വാസുവിനുമെതിരെ ഇതുവരെ പാർട്ടി നടപടി ഉണ്ടാകുന്നില്ല അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ? അത് പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിനെതിരെയുള്ള